മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിന് റവന്യൂ വകുപ്പ് വർഷങ്ങളിലായി പല പരിപാടികൾ നടന്നു വരികയാണ്. ഈ പ്രകാരം സംസ്ഥാനത്ത് നടന്നു വരുന്ന ഒന്നാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നെയ്യാറ്റിൻകര വില്ലേജ് സ്മാർട്ട് ഓഫീസിന് വേണ്ടി ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി റവന്യൂ വകുപ്പ് തന്നിരുന്നു. ആ ചെലവഴിച്ച് ഡിസ്ട്രിക്ട് നിർമ്മിതി കേന്ദ്ര നിർമ്മിതി പൂർത്തിയാക്കി. ഈ അമുഖത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട പിന്നെ ഇന്നത്തെ മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹത്തിന് അടുത്തതായി MP ശശി തരൂർ അവർക്ക് ഇവിടെ എത്തിക്കാൻ പറ്റില്ല. അവരെ ഞാൻ ജില്ലാ കളക്ടർ വേദിയിലുള്ള പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ രാജൻ, എന്ന് മാത്രമല്ല ഇന്ന് ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ജില്ലാ കളക്ട്രേറ്റിലും പിന്നെ ബഹുമാനപ്പെട്ട MLAയും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയിലും ഉൾപ്പെടെ കുറഞ്ഞ നേരങ്ങൾക്കുള്ളിൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് പ്രാഥമികമായി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നെയ്യാറ്റിൻകരയുടെ സ്മാർട്ടായി മാറിയിട്ടുള്ള പുതിയ വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിടം കേരള സർക്കാരിന് വേണ്ടി നാടിന് സമർപ്പിച്ചതായി ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും ചിട്ടയായ സുതാര്യമായിട്ടുള്ള പുനഃസംഘാടനത്തിൻ്റെ തിരക്കിലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് ആകമാനം. വരുന്ന 12-ാം തീയതി 3ാമത് വാർഷികത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ് കൈമാറാൻ പോകുന്ന പട്ടയങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കളമശ്ശേരിയിൽ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ 3 വർഷക്കാലത്തിനിടയിൽ ആകെ കൊടുത്ത പട്ടയങ്ങളുടെ എണ്ണം അന്ന് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭൂപരിഷ്കരണം പ്രഖ്യാപിച്ച കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ് 1,77,700-ലേറെ പട്ടയങ്ങളാണ് കൊടുത്തതെങ്കിൽ 5 വർഷക്കാലം ഗവൺമെൻറ് കൊടുത്ത പട്ടയങ്ങളെക്കാൾ കൂടുതൽ പട്ടയങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും 3ാം വാർഷികത്തിനോട് കൂടിയുള്ള 100 ദിന പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെ 2ാം ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം കേരളത്തിനകത്ത് അർഹതയുള്ള മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ചരിത്രപരമായ ഒരു കർത്തവ്യമാണ്. ഒരുപക്ഷെ ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആ കർത്തവ്യം നിർവഹിക്കാൻ MLAമാർ അധ്യക്ഷന്മാരായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പട്ടയ ഡാഷ്ബോർഡുകൾ രൂപീകരിക്കുകയുണ്ടായി. കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട പട്ടയ ഡാഷ്ബോർഡുകളിൽ അംഗങ്ങളായിരിക്കുന്ന ജനപ്രതിനിധികളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഓരോ ഡെപ്യൂട്ടി കളക്ടർമാർ ചുമതലക്കാരായിട്ടുള്ള നോഡൽ ഓഫീസർമാരായിട്ടുള്ള പട്ടയ ഡാഷ്ബോർഡുകൾ കേരളത്തിൽ ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും വേണ്ടി നിലവിൽ വന്നു. ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും ഇനിയും പട്ടയം കൊടുക്കാനുള്ള മനുഷ്യരുടെ എണ്ണം കൂട്ടി തീരുമാനിച്ച പട്ടയ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കാൻ കേരളത്തിൽ ഇപ്പോൾ ഇതിനകം തന്നെ 3 പട്ടയ അദാലത്തുകൾ പൂർത്തീകരിച്ച് ഭൂമിയുടെ അർഹരായി പട്ടയ ഡാഷ്ബോർഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും പട്ടയം വിതരണം ചെയ്തുകൊണ്ട് ഭൂരഹിതരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കുക എന്ന ചരിത്രപരമായ കടമയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ റവന്യൂ വകുപ്പിന് ചുമതലപ്പെട്ട പ്രദേശങ്ങൾ മാത്രമാണ് റവന്യൂ വകുപ്പിന് ആധികാരികമായി കൊടുക്കാൻ കഴിയുന്നതെങ്കിലും മറ്റു വകുപ്പുകളുടെ കയ്യിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമികൾ ഉൾപ്പെടെ ആ വകുപ്പുകളുടെ സമ്മതപ്രകാരം